അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, തെന്മൊഴിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം, നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി, നന്മയുടെ വഴി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം, നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നതിൻ്റെ മുൻപ് വരെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളെല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീക്കാറുണ്ട് അല്ലേ? നേരത്തെ എണീക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നേരത്തെ സുബഹി നമസ്കാരത്തിൻ്റെ മുൻപ് എഴുന്നേൽക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലാനൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് അല്ലേ? എത്ര കൂട്ടുകാർക്ക് ആ പ്രാർത്ഥന അറിയാം? അതെ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അതെ, നിങ്ങൾ പറയുന്ന പ്രാർത്ഥന ശരിയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരിക്കണം നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരേണ്ടത്. അവിടെ ഉമ്മൊക്കെ വന്ന് വിളിക്കുമ്പോൾ അല്ലേ, നമ്മൾ പലപ്പോഴും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീക്കാന്നൊക്കെ നമ്മൾ ഉമ്മയോട് പറയാറുണ്ട്. അതെ, പക്ഷേ നമ്മൾ ഉമ്മ വന്ന് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഉഷാറായിട്ട് എഴുന്നേറ്റിട്ട് ഈ ദുആ ചൊല്ലണം. ഈ ദുആ ചൊല്ലിയിട്ടാണ് നമ്മൾ പിന്നെ ബാത്റൂമിലേക്കൊക്കെ പോകേണ്ടത്. നമ്മൾ ഇനി ബാത്റൂമിലേക്ക് പല്ല് തേക്കാനൊക്കെ വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെ മുൻപ്, പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ്? അതെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. ഏത് കാല് വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്? അതെ, നമ്മൾ ഇടത് കാല് വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ ഇടത് കാല് വെച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ബാത്റൂമിലേക്ക് പ്രവേശിച്ച ശേഷം നമ്മൾ പിന്നെ മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ വൃത്തിയാക്കി നല്ല കുട്ടികളായി സുബഹി നമസ്കാരത്തിന് വേണ്ടി ഉദുവൊക്കെ എടുക്കും അല്ലേ? സുബഹി നമസ്കാരത്തിന് ഉദുവൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി പോകുക. ആൺകുട്ടികളാണെങ്കിൽ വീട്ടിലെ ഉപ്പയുടെയോ അല്ലെങ്കിൽ കാക്കമാരുടെയൊക്കെ കൂടെ നമുക്ക് പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരു അവസരം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലൊക്കെ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഉമ്മയുടെയും താത്തമാരുടെയൊക്കെ കൂടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ജമാഅത്തായിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റും. ഓക്കെ, സുബഹി നമസ്കാരത്തിന് മുൻപ് ഒരു നമസ്കാരമുണ്ട്. അതേത് നമസ്കാരമാണെന്നറിയോ? സുബഹി നമസ്കാരത്തിന് മുൻപുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണത്. സുബഹിയുടെ റവാത്തിബ് സുന്നത്താണ്. 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് സുബഹി നമസ്കാരത്തിൻ്റെ മുൻപ് നമ്മൾ നമസ്കരിക്കണം. എന്താ നമസ്കാരത്തിൻ്റെ പ്രത്യേകത? നമുക്ക് ഈ ദുനിയാവിലുള്ള പല കാര്യങ്ങളോടും ഇഷ്ടമുണ്ട് അല്ലേ? എന്നാൽ സുബഹിയുടെ മുൻപുള്ള 2 റക്അത്ത് റവാത്തിബ് നമസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതിനേക്കാളൊക്കെ ഹൈറായിട്ടാണ് ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചെന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആ നമസ്കാരം കൂടെ ശീലിക്കണം. ആ നമസ്കാരം കൂടെ ശീലിച്ച് നല്ല കുട്ടികളായിട്ടായിരിക്കണം പിന്നീട് നമ്മൾ സുബഹി നമസ്കരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ സുബഹിയൊക്കെ നമസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വളരെയധികം പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഖുർആൻ പാരായണം കൊണ്ടായിരിക്കണം. പിന്നീടാണ് നമ്മൾ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോയി അവിടുത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. എല്ലാ കുട്ടികളും ഈ 2 റക്അത്ത് സുബഹി നമസ്കരിച്ചിട്ട് അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്ത് ശീലിക്കണം. നമ്മൾ പഠിച്ച മദ്രസയിലൊക്കെ പഠിച്ച സൂറത്തുകൾ അത് നമ്മൾ പാരായണം ചെയ്താൽ മതി. നോക്കി ഓതാൻ അറിയുന്ന കുട്ടികൾ പുതിയ പുതിയ ഭാഗങ്ങൾ, പുതിയ പേജുകളൊക്കെ ഇങ്ങനെ ഓതിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഖുർആൻ ഓതിയിട്ട് വേണം പിന്നീട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ. ഓക്കെ, അപ്പം ഈ നല്ല ശീലങ്ങൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ.
തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ